വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. എഡ്യു വാലറ്റിന്റെ സേ ഇംപ്രൂവ്മെന്റ് ബാച്ച് തുടങ്ങി ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇതിൽ ആരെങ്കിലും ഓൾറെഡി എൻക്വയറി ഒക്കെ ചെയ്ത് പേയ്മെന്റ് ഒക്കെ ചെയ്ത് സ്ക്രീൻഷോട്ട് ഒക്കെ അയച്ചിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി എൻക്വയറി ചെയ്ത നമ്പർ ഇപ്പൊ ബ്ലോക്ക് ആയി കിടക്കുകയാണ്. അപ്പോൾ ആരെങ്കിലും പേയ്മെന്റ് ഒക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളോ. നിങ്ങൾ പേയ്മെന്റ് ചെയ്തവരാണ്, ഓൾറെഡി പേയ്മെന്റ് ചെയ്തു പക്ഷെ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വേണമെന്ന് മെസ്സേജ് അയക്കാം കേട്ടോ. നമ്മൾ മുമ്പ് ഉണ്ടായിരുന്ന നമ്പർ 9895451912 എന്ന് പറഞ്ഞ നമ്പറിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടാവുക. ആ നമ്പർ ഇപ്പൊ അവൈലബിൾ അല്ല. അപ്പൊ ആരെങ്കിലും പേയ്മെന്റ് ചെയ്തിട്ട് റിപ്ലൈ കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കാം. സോ എല്ലാവരോടും കൂടി നമ്മൾ എഡ്യു വാലറ്റ് സേ ഇംപ്രൂവ്മെന്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് രണ്ടാമത്തെ ദിവസമാണ്. അപ്പൊ ഇപ്പോഴും കുട്ടികൾ എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ 2 ദിവസമായി ക്ലാസ് തുടങ്ങിയിട്ട് നിങ്ങൾ ഓരോ ദിവസം ലേറ്റ് ആവും തോറും നിങ്ങൾക്ക് ആ ക്ലാസ്സുകളൊക്കെ പെൻഡിങ് ആവാണ്. അപ്പൊ ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഇപ്പോഴും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുള്ള കുട്ടികളുണ്ട്, നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഇത് ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങളിപ്പോൾ ഓൾറെഡി ഫെയിൽ ആയിട്ടുണ്ടാവാം, 1, 2, 3, 4 സബ്ജക്റ്റിൽ നിങ്ങൾ ഫെയിൽ ആയിട്ടുണ്ടാവാം. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു ചാൻസ് ആണ് ഈ ഒരു മാസത്തെ പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ഗൈഡൻസ് വേണം, കൃത്യമായി ഉറപ്പുള്ള ചോദ്യങ്ങൾ ഒരാൾ പറഞ്ഞു തരണം, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ച് പഠിക്കണം. ഇനിയെങ്കിലും ഈ ഒരു മാസം കൊണ്ട് മാർക്ക് സ്കോർ ചെയ്യണം, നല്ലൊരു മാർക്കിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാച്ച് നല്ലോണം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. കാരണം നമ്മുടെ ഈ ബാച്ചിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഇംഗ്ലീഷിന്റെ ഒക്കെ ലൈവ് ക്ലാസ് ആണ്. നിങ്ങളിപ്പോൾ വേറെ ഏത് അഡ്മിഷൻ എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുക മുമ്പത്തെ അവരുടെ വീഡിയോ ക്ലാസ്സുകളാണ്. കുറേ ക്ലാസ്സുകൾ അവർ അയച്ചു തരുമ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ഓരോന്ന് കണ്ട് എല്ലാം കൂടി കാണാൻ നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പൊ നമ്മൾ പക്ഷെ അങ്ങനെയല്ല, ഓരോ ദിവസവും ഡെയിലി നിങ്ങൾ ഒപ്പം കയറുന്ന ലൈവ് ക്ലാസ് ആണ്. ഫിസിക്സും കെമിസ്ട്രി, ഇംഗ്ലീഷിനൊക്കെ ലൈവാണ്. ബയോളജി നമുക്ക് വീഡിയോ ക്ലാസ് ആണ്, കാരണം എനിക്ക് ബയോളജി അറിയില്ല. അപ്പൊ അതുകൊണ്ട് ബയോളജിക്ക് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ അടങ്ങുന്ന വീഡിയോ ക്ലാസ്സുകളാണ് അയക്കാം. സോ ഈ ലൈവ് ക്ലാസ്സുകൾ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സമയം വരുന്നത് രാവിലെ 8:30 ഒരു സബ്ജക്ട് ഉണ്ടാവും. ഫിസിക്സ് ആവാം, കെമിസ്ട്രി ആവാം, മാത്സ് ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാക്സിമം 9:30, 9:45 വരെയാണ് ആ ക്ലാസ് ഉണ്ടാവുക. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 11:30 അടുത്ത ക്ലാസ്. ഈ പറഞ്ഞ പോലെ ഫിസിക്സോ കെമിസ്ട്രിയോ മാത്സോ ആവാം. ഇതിലൊരു ചാപ്റ്റർ നമ്മൾ അതിലെ ഓരോരോ ടോപ്പിക് ആയിട്ടല്ല, ഓരോ ചാപ്റ്ററിലെയും മെയിൻ ടോപ്പിക്, പരീക്ഷയ്ക്ക് എന്തായാലും വരുന്ന ചോദ്യങ്ങൾ, വരാൻ ചാൻസ് ഉള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുക. സോ 11:30 തൊട്ടിട്ട് മാക്സിമം 12:30, 12:45 വരെയാണ് ആ ക്ലാസ് ഉണ്ടാവുക. അല്ലാണ്ട് കുറേ 4-5 മണിക്കൂറിന് ലൈവ് അല്ല, മാക്സിമം 1 മണിക്കൂർ 1.25 മണിക്കൂറിനൊക്കെ ലൈവ് ക്ലാസ് ആണ്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ 1 മണിയോട് കൂടിയത് കഴിഞ്ഞാൽ പിന്നെ 2 മണി തൊട്ടിട്ട് 3 മണി വരെയാണ് ക്ലാസ്. അപ്പൊ ഈ 3 സമയങ്ങളോട് കൂടി ഫിസിക്സും കെമിസ്ട്രി മാത്സും കഴിയും. അപ്പോൾ ഈ ഫിസിക്സും കെമിസ്ട്രി മാത്സും ഇതിൽ ഏത് സമയത്ത് വേണമെങ്കിലും വരാം. ഒരു ദിവസം രാവിലെ ഫിസിക്സ് ആണെങ്കിൽ ചിലപ്പോൾ പിറ്റേ ദിവസമാവും രാവിലെ കെമിസ്ട്രി ആവാം. അതിങ്ങനെ മാറി മാറി വരും. അപ്പൊ എന്തായാലും ഈ സമയങ്ങളിലാണ് ക്ലാസ് വരുന്നത്. ഇംഗ്ലീഷ് എപ്പോഴും ഈവനിങ് 4:30 to 5:30 ആണ് ഇംഗ്ലീഷ് ക്ലാസ്. അപ്പൊ ഇത് ലൈവ് ക്ലാസ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ലൈവ് ക്ലാസ്സിൽ നമ്മൾ എടുക്കുന്നത് ഓരോ ചാപ്റ്ററും, എല്ലാ ചാപ്റ്ററും നമ്മൾ കവർ ചെയ്യും. എല്ലാ ചാപ്റ്ററിലും നമ്മൾ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് സ്റ്റാർട്ടിങ് തന്നെ എടുക്കുക. അപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരെ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക, കാരണം വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ് ഇപ്പൊ തുടങ്ങുന്നത്. ഇപ്പൊ നിങ്ങൾ അഡ്മിഷൻ എടുത്താലും കഴിഞ്ഞ 2 ദിവസത്തെ ക്ലാസ്സിന്റെ ഒക്കെ വീഡിയോ ക്ലാസ്സും നോട്ട്സ് ഒക്കെ നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അതിലെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ലൈവ് ക്ലാസ് ആണ്, റെക്കോർഡ് സെക്ഷൻസും ഉണ്ട്. അതിന്റെ നിങ്ങൾക്ക് ഇപ്പോൾ ക്ലാസ് കാണാൻ പറ്റിയില്ല ഒരു ദിവസം, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ ക്ലാസ് എപ്പോൾ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്ത് കാണാം. ചിലപ്പോൾ രാവിലെ വേറെ എന്തെങ്കിലും ജോലിക്കൊക്കെ പോകുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഇപ്പോൾ, അപ്പൊ അവർക്ക് നൈറ്റ് വന്ന് അത് കാണാം. അതിലൊന്നും യാതൊരു കുഴപ്പമില്ല. ഷോർട്ട് നോട്ട്സ് നമ്മൾ അവൈലബിൾ ആണ്. ഓരോ ക്ലാസ്സിന്റെയും നോട്ട്സ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ക്ലാസ് ഒക്കെ കണ്ടു, ലൈവ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മെന്റർ ഉണ്ടായിരിക്കും. മെന്റർക്ക് മെസ്സേജുകൾ അയക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും നോട്ട്സ് വേണം, ക്ലാസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലൊക്കെ മെന്റർക്ക് മെസ്സേജ് അയക്കാം. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം നമ്മുടെ ടൈം ടേബിൾ പ്രകാരം മെയ് 31 ആകുമ്പോഴേക്കും നമ്മുടെ പോർഷൻസ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ജൂൺ 1 തൊട്ട് ജൂൺ 10 വരെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്, റിവിഷൻ ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം 4 സബ്ജക്ട് വെച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ ചാപ്റ്ററും ഇതിൽ കവർ ആവും.
പ്ലസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് പലർക്കും മാർക്ക് പോയിട്ടുണ്ടാവുക ക്വസ്റ്റ്യൻ മനസ്സിലാവാതെ. എന്താണ് വരിക, കുറേ ടോപ്പിക്കിൽ നിന്ന് പഠിച്ചിട്ട് കാര്യമില്ല. വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് വരിക, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ചോദ്യം വന്നിട്ടുള്ളത്, അതെല്ലാം നോക്കി കൃത്യമായി പഠിക്കണം. അപ്പൊ അതെല്ലാം ചേർന്നിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മുടെ എഡ്യൂവാൽറ്റിന്റെ ഈ സേ ഇംപ്രൂവ്മെന്റ് ബാച്ച്. അപ്പൊ ഇതെല്ലാം ഓക്കെ ആണ്. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഒരു സബ്ജക്റ്റിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. കാരണം ഒരു കൊല്ലത്തെ സബ്ജക്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒറ്റ മാസം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സബ്ജക്റ്റിന് 1000 രൂപയാണ് ഫീസ് വരുന്നത്. അപ്പൊ ഇതെല്ലാം കേട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്കിത് താല്പര്യമുണ്ട്, ലൈവ് ക്ലാസ് ആണല്ലോ, ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്, ഷുവർ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ബേസിക് തൊട്ടേ നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുത്ത് തരുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന ഈസി ക്ലാസ്സുകളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിന് വേണമെങ്കിലും അഡ്മിഷൻ എടുക്കാം. 1, 2, 3 സബ്ജക്റ്റിന് അഡ്മിഷൻ എടുക്കാം. താല്പര്യമുള്ളവരെ ഈ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുക. ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത്. കാരണം ഓൾറെഡി നമ്മൾ ക്ലാസ്സിലാണ് പകൽ സമയത്ത്. അപ്പൊ നിങ്ങൾ അതിനിടയിൽ കോൾ ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പൊ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ. നമ്മൾ ഇതിന്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ റിപ്ലൈ ചെയ്യും, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. അപ്പൊ ഈ നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക. ഇനി എന്തെങ്കിലും അർജൻസി ഉണ്ട്, നിങ്ങൾ പേയ്മെന്റ് ചെയ്തിട്ടും ഗ്രൂപ്പിൽ ആഡ് ആയില്ല, അങ്ങനെ എന്തെങ്കിലും അർജൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൾ ചെയ്യാം കേട്ടോ. നമുക്ക് ഇതേ ഫീച്ചേഴ്സ് ഉള്ള കൊമേഴ്സ് ക്ലാസ്സുകളുണ്ട്. ഈ നമ്പറിലേക്കാണ് അവരെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കേണ്ടത്. കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, അക്കൗണ്ടൻസി, ബിസിനസ്, എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ് ഒക്കെ അതിലും വരുന്നുണ്ട്. അപ്പോൾ സമയം കളയാതെ നിങ്ങൾ എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക. സമയം ഓരോ ദിവസവും നമുക്കിപ്പോൾ വിലപ്പെട്ടതാണ് അല്ലെ. കുറച്ച് ദിവസം കൂടി പരീക്ഷയ്ക്കുള്ളൂ. നിങ്ങൾ കഴിഞ്ഞ മാർച്ചിൽ ചെയ്തതുപോലെ ലാസ്റ്റ് ഒരാഴ്ച കൊണ്ടൊക്കെ പഠിക്കാന്ന് എന്ന് വിചാരിച്ചിരിക്കരുത്. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാൻ തുടങ്ങാം, എങ്കിൽ തന്നെയാണ് ഇനി പാസ്സാവാൻ നമുക്ക് പറ്റുള്ളൂ. ആ കാര്യം മനസ്സിലുണ്ടാവട്ടെ. നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മളെ ഈ ബാച്ചിൽ നിങ്ങൾക്ക് കിട്ടും. അപ്പൊ താല്പര്യമുള്ളവർ എത്രയും വേഗം മെസ്സേജ് അയച്ചോളൂ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.